ഹലോ. ആ വിജേഷ് എന്തെല്ലാന്ന് സുഖം തന്നെയാ? ഓ, സുഖം കുറച്ച് കുറവാണ്. പിന്നെ പറയാല്ലേ വിളിച്ചിട്ട്. ഉം. അത് ഓരോ തിരക്കിലായി പോയതാ. തിരക്കാ? എന്ത് തിരക്ക്? നമ്മളെല്ലാം മറന്നിട്ടുള്ള തിരക്കായപ്പോ. അങ്ങനെയൊന്നുമല്ല, ഉം അനക്കിവിടെ എന്തെല്ലാം പണിയുണ്ട്. അതിന് മാത്രം പണിയുണ്ട്? പിന്നെ നമ്മളെയും വിളിക്കപ്പാ പണിക്ക്. നീ എനക്ക് സഹായിച്ചു തരുവാ? സഹായിച്ചില്ലേ? ഇപ്പൊ സഹായിച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ച ആയല്ലോ. ഉം. അല്ല, എന്നിട്ട് നീ പറയുന്നത് വിളിച്ചിട്ടില്ലല്ലോ. രണ്ടാഴ്ച ആയില്ലേ? അതുകൊണ്ടല്ലേ പറയുന്നത്. എനക്ക് ഒരു കാര്യം പറയാനിരുന്നു. ഞാനിപ്പം വിളിച്ചു. അതെന്ത് കാര്യ? നമ്മളെ അപ്പുറത്തെ വീട്ടിലെ സുമതി വെച്ചില്ലേ? നിങ്ങളിപ്പം പണിക്ക് വരുന്നേ? എല്ലാവർക്കും വരുന്നേ. അറിയാം അറിയാം. ആ സുമതി ചേച്ചിന്റെ മോക്ക് ഒരു അന്വേഷണം വന്നിട്ടുണ്ട്. അതല്ലേ. കുറച്ച് വലിയെടുക്കുന്നാന്ന് തോന്നുന്നു. ഉം ഓക്കാന്റെ പവറും ഉണ്ട് ഓക്ക്. അത് ശരി, അതിനെ ഉണ്ടാവൂലേ. അല്ല, നീ അതൊന്നും എനക്ക് മുടക്കി തരുമോ? മുടക്കി തരാനാ? ആ, അതെന്തിനാടോ മുടക്കുന്നത്? മുടക്കുന്നതാ? ആ നിന്റെ കാര്യമില്ലേ, നീ ഞാനും തമ്മിലുള്ള ഇതല്ലോ. ഓറാന്ന് വന്നിട്ട് തൊഴിലുറപ്പിൽ വന്നിട്ട് എല്ലാരോടും പറഞ്ഞ് പാട്ടാക്കി നാട്ടിലൊട്ടാടും. അത് പുള്ളല്ലേ, അതിനെന്നാ പാട്ടാക്കിയതിന്? അതെ, എനിക്കിപ്പം പുറത്തിറങ്ങിയിട്ട് നടക്കാൻ തന്നെ നാണക്കേടാണ്. അതിനെന്നാ പാട്ടാക്കാനുള്ള? ആണും പെണ്ണല്ലാകുമ്പോ അങ്ങനെയല്ല ഉണ്ടാവൂലേ. പിന്നെ നീ എൻ്റെ അടുക്ക വരുന്നതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കലാണ് ഓർക്ക് പേടി. അല്ല, അപ്പൊ ഇക്കൂട്ടലും വളരെ നല്ല ശാന്തശീലന്മാരാവലും. ശീലന്മാരൊന്നുമല്ല, എന്നാലും അങ്ങനെയല്ലേ പറയൂ. അല്ല, നീ തന്നെയല്ലേ എന്നോട് പലതവണ പറഞ്ഞ കൂട്ടർ ഓരോ കേസും. അതെ, അത് എന്ന് പറയണ്ടേ, അവനവന്റെ ഇത് വെച്ചിട്ട് വേറെയുള്ള കാര്യം പറയാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ മുടക്കിത്താ എങ്ങനെയെങ്കിൽ. മുടക്കിത്താന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനെന്ത് കല്യാണം മുടക്കിയ? അന്വേഷണം വന്നതിന് ഞാനിതെങ്ങനെ പിന്നെ മുടക്കണ്ട? നീ ഒരു കാര്യം ചെയ്യ്, ഏടുന്നാന്ന് ശരിക്കും അന്വേഷിച്ചിട്ട് തേടി വെച്ചെന്റെ വീട് നില സൂത്രത്തിൽ അറിയേ. ഞാൻ ഓറോട് ചോദിച്ചാൽ ഓറ് പറയുന്നില്ല, ഞാൻ വേറെ ആരോടൊന്നും ചോദിച്ചിട്ട് അറിയാം. അതെ, എനിക്ക് ശരി, നിനക്കാ ഈ ചങ്ങായിമാർക്ക് പഞ്ഞോ? അല്ല, എന്നിട്ടിപ്പോ നീ തൊഴിലുറപ്പിന് പോക്കില്ലേ? പോക്കുണ്ട്, പോവാണ്ടിപ്പോ നിക്കാൻ പറ്റുമോ? അത് അവര് പറയുന്ന അങ്ങ് പറയട്ട്. നീ ഇത് മുടക്കേണ്ടത് ശരിക്കും അന്വേഷിച്ചിട്ട് എടുക്ക്. പിന്നെ ഞാൻ അന്വേഷിച്ചിട്ട് എന്നോട് ഞാൻ പറയാം. എന്നിട്ട് പിന്നെ നടക്കണ്ട, ഓക്ക് നടന്നാലില്ലേ ഓക്ക് ഇതിനേക്കാളും വലിയ കൊമ്പായിരിക്കും. കൊമ്പ് വരും അല്ലേ? അത് നീ പറഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും മുടക്കും. പക്ഷെങ്കില് നീ അതിന്റെ അഡ്രസ് എല്ലാം അന്വേഷിച്ചു നോക്ക്. എന്നിട്ട് നീ ഫോണിൽ തന്നെ വിളിച്ചു പറയണ്ട. പിന്നെ ഞാൻ അവിടെ വന്നാലല്ല, നാളെ തന്നെ അന്വേഷിക്കും. ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നത് നിന്നെ കാണണം. ഞാൻ അങ്ങ് വരാം. നമുക്ക് അവിടെ വന്നിട്ട് അഡ്രസ് നേരിട്ട് നീ എനിക്ക് പറഞ്ഞു തന്നാ മതി. എന്താ ചോദിച്ചു വെക്കട്ടെ, മനസ്സിലാക്കി വെക്കട്ടെ. ഞാനാന്ന് അറിയറേ? അതൊന്നും അറിയില്ല. അതെങ്ങനെ അറിയാ? പിന്നെ ഞാൻ ആദ്യം വരുമ്പോ നിന്റെ സുമതി നോക്കി നിക്കുവാ. നോക്കിട്ട് കാര്യം ചെയ്യ്, ഞാൻ വീട്ടിൽ വരുന്നില്ല. നീ നമുക്ക് അണ്ടപുരം പോയി ബസ്സിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. എന്താ എവിടെയെങ്കിലും പോവാ? നിന്നെ ഞാൻ വീട്ടിലാടി എത്തിച്ചാ പോന്നാ പോരെ? അപ്പോഴേക്ക് നീ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കറക്റ്റ് ചെക്കന്റെ അഡ്രസ്സും സ്ഥലവും പിന്നെ ചെക്കന്റെ അച്ഛന്റെ പേരൊക്കെ കിട്ടും നോക്ക് കേട്ടോ. എന്നിട്ട് അതിനകത്ത് നമുക്ക് നല്ലൊരു പണി കൊടുക്കാം. പിന്നെ കൊടുക്കുന്ന പണിക്ക് കണക്കായിട്ട് എനക്കും പണി കിട്ടണം കേട്ടാ. പിന്നെ നീ എപ്പോ കിട്ടാണ്ട്? പിന്നെ ഇപ്പൊ 2 ആഴ്ചയായി.
നീ എന്നാ പറയുന്നത്? നിനക്ക് എന്തെല്ലോ തിരക്കുണ്ട് എന്ന് പറഞ്ഞല്ലേ? അനക്കെന്ത് തീർക്ക? ഞാൻ വിചാരിച്ച് നീ ഇനി അനക്ക് പകരം വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ, തൊഴിലുറപ്പിന് വരുന്ന മറ്റേ അവരെ ആരെങ്കിലും ഒന്ന് വിചാരിച്ചു. നിന്നെ വിട്ടിട്ട് എന്ത് കാര്യം? അന്നില്ല. അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെ പറയാം. നിന്നെ വിട്ടിരുന്ന കളിയും. നീ എന്നാ അന്വേഷിച്ചു? അല്ല, ഞാൻ ചോദിക്കുന്നു, സുമതിയല്ലേ എനിക്ക് ഇതിനെ പറ്റി പറഞ്ഞു നടക്കുന്നു. സുമതിന്റെ മോളെ കല്യാണം കഴിഞ്ഞ് പോയിക്കോട്ടല്ലേ, എനിക്കെന്നാ പ്രശ്നം? അല്ല, അന്നേരം ഓർക്ക് വലിയ എന്താ പറയണ്ട തലക്കാനായിരിക്കും. പിന്നെ എന്റേത് പിന്നെ ആരോടാ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കും. അതിന് എനിക്കൊരു ഇത് പറ്റുന്ന ഒരുത്തനെ നോക്കിയിട്ട് കല്യാണം കഴിച്ചിട്ട് പോറാന്നാല്. ഞാൻ കല്യാണം കഴിക്കാതെ കുറവില്ല. നീ അനക്ക് ഇത് മാത്രം ചെയ്താ മതി. ഏത് പണിയാ? കളിയാ? അതല്ല, പിന്നെ അത് മാത്രമേ ഉള്ളൂ. ഓ, ഇതാ മുടക്കരാ? അത് നമുക്ക് നോക്കാം, മാക്സിമം നോക്കി നോക്കാം. ഇപ്പം പിന്നെ എത്ര മുടക്കിയാലും മുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നാട്ടില് പെമ്പിൾക്കൊന്നും കിട്ടാതെ കൊണ്ട് നമ്മള് നോക്കാം. നോക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ പെണ്ണിന് പറയുന്നില്ല അതിനാന്തം കൊണ്ടോ? എനിക്കറിയില്ല. നീ എന്ത് തൊഴിലുറപ്പ്? ഈ തൊഴിലുറപ്പിന് പോകുന്ന കൂട്ടറല്ലേ ഇത് ഇങ്ങനത്തെ കാര്യമില്ലേ സംസാരിക്കപ്പോ നീ ഇതൊന്നും പറയുന്നില്ലേ? ഞാനിത് പിന്നെ ഓറാടുന്ന് ഇങ്ങനെ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നെടുക്ക. ഞാൻ പിന്നെ അവരോടെങ്ങനെയാ പോയിട്ട് കാര്യം ചോദിച്ചു? അത് എനിക്ക് തോന്നിയ ഓർക്കണ്ട ഇതിനെ പറ്റി എന്നെ പറയലാന്ന്. ഇനി ഓർമ്മ പറയുന്നത് ഓർക്കന്നെ ഓറന്നെയാണ്. പറ്റി പറയണ്ടേ? ഓ അതെ, നീ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടില് വരണ്ട നീ എനിക്കല്ലേ നിർബന്ധം വീട്ടില് വാന്ന്. നീ എന്നാ ആക്കി ചിരിച്ചോന്ന്? ആക്കി ചിരിച്ച അവിടെ തന്നെ വീട്ടില് വീട്ടില് ഞാൻ പറഞ്ഞില്ലേ വീട്ടില് വരണ്ട, ഞാൻ എന്റെ പേരം പോരി നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാനല്ലേ പറയുന്നത്. എനിക്ക് വീട്ടിൽ തന്നെ പറ്റും, വീട്ടിൽ നിന്ന് ഓർക്കുന്നില്ല. വീട്ടിൽ തന്നെ നോക്കുന്നു. പിന്നെ രാത്രി പെട്ടെന്ന് കാണാതെ ഒരാളെ വീട്ടിലിട്ട് കാണുമ്പോ പിന്നെ ആള് നോക്കൂലേ? അന്ന് പണ്ടാരം അതിനായിട്ട് പെണ്ണുങ്ങളെ മുമ്പിലും പെട്ടു റേഷൻ പിടി ആരും പോയിട്ട് എന്നോട് ഇവിടെ വന്നിന്. പിന്നെ ഞാൻ എന്ന് പറയണ്ട ഇത്രയും ദൂരം ഞാൻ അവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അല്ല, മോളെ കല്യാണമെല്ലാം കഴിഞ്ഞോട്ട്. പക്ഷെ ഇത് വേണ്ട, അങ്ങനെ വലിയടിക്കൊന്നും കൊണ്ടോണ്ട. അത്രയും വലിയെടുക്ക എന്നോട് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് എടിയും പോയിട്ട് കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും പണിയാന്ന് ചെയ്തിട്ട് ജീവിച്ചു പോട്ട്. അല്ല, അത് നിന്നെ പോലെ കല്യാണം കഴിയാണ്ട് പിന്നെ ഇങ്ങനെ ആർത്തി പിടിച്ച് നടക്കേണ്ടി വരും. ചെറിയടക്ക് പോയാലും ആർത്തി പിടിക്കേണ്ടി വരില്ലല്ലോ. ഇപ്പം അറിയാൻ പറ്റുമോ ചെറിയടക്കാണോ വലിയടക്ക കിട്ടുന്നിട്ട് വെറുതെ കല്യാണം മുടക്കിട്ട് വെറുതെ രാവിലെ മേടിച്ച് കെട്ടണ. എനിക്ക് പേടിയാ അല്ലേ സാധാരണ? അനക്ക് പേടിയൊന്നുമില്ല, നീ പറഞ്ഞിട്ടില്ല ഞാൻ മുടക്കുന്നു. അതിന്റെ ഇതെല്ലാം എനിക്കല്ലേ കിട്ടും. എനിക്ക് പേടിയൊന്നുമില്ല. അനക്ക് പേടിയൊന്നുമില്ല. അനക്ക് കഴിക്കുവാനില്ല. കഴിക്കുന്നില്ല? ഇല്ല. അന്നേപ്പം കിട്ടുന്നില്ല കേട്ടാ. കിട്ടുന്നിടത്തം വരി ഉണ്ടല്ലോ. എനിക്ക് വേണം പെണ്ണിനാ? അനക്കെന്തിനാന്ന്? അനക്ക് വേണ്ട. ഞാനിപ്പം തൽക്കാലം കല്യാണം കഴിക്കാന്ന് വിചാരിച്ചില്ല. തൽക്കാലം കാര്യങ്ങൾ നടത്താനല്ല നീ ഇല്ലേ. എന്റെ അടുത്ത് നിന്ന് കിട്ടും പോലെ ഒന്നും പുറത്തു നടന്ന് കിട്ടൂലായിരുന്നു. അതുപോലെ തന്നെയാ ഞാനും. ഓ ശരി, അതുകൊണ്ടാ വരുമോ? മിന്നിച്ചു പോയിക്കോട്ടപ്പാ. മിന്നിച്ചാ പോരല്ലോ, നമുക്ക് നല്ലോണം മിന്നിക്കാണ്ട് നല്ലോണം ലൈറ്റ് ഇട്ടിട്ട് തന്നെ കത്തിക്കണം, കത്തിച്ചു വിടണം. എന്താ എനിക്ക് ഇങ്ങനെ മിന്നിച്ചു പോയാ മതിയാ ഞാൻ പറയാം. അത് ശരി, മിന്നിച്ചാ മതിയാ? എന്തായാലും നമുക്ക് മിന്നിക്കാം. ഒരു കാര്യം നീ അന്വേഷിച്ച് റെഡിയാക്കിട്ട് വെക്ക്. എന്നിട്ട് പണിത്തിരക്കില്ലെങ്കിൽ നാളെയോ മറ്റന്നാളായിട്ട് ഇങ്ങോട്ട് ചാടും. എന്താ ഞാനീറ്റ് മുടക്കി നീ അഡ്രസ് എടുക്ക്, അത് മുടക്കാൻ പറ്റുന്ന മാക്സിമം നോക്കാം. എന്നിട്ട് തന്നെ ബാക്കി കാര്യം.